എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9:28. പിന്നെ അവൻ യെരൂശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. അപ്പോസ്തല പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്ന തരത്തിലാണ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പൗലോസിൻ്റെ രൂപാന്തരത്തിന് സഹായിച്ച ഘടകങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അതിലേറ്റവും അവസാനമായി നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് ബർന്നബാസ്. കഴിഞ്ഞ ധ്യാനത്തിൽ അതാണ് നമ്മൾ ചിന്തിച്ചത്. പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ കഷ്ടത സഹിപ്പാൻ തയ്യാറായ മനുഷ്യനാണ്. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്രയാണ് കഷ്ടതയെന്ന് ബോൺഹോഫർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശൗലിനെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്താൻ ദൈവം തമ്പുരാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു. അതിൽ ദൈവം ഉപയോഗിച്ച വ്യക്തികളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് നന്മ മാത്രം ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്നവനായിരുന്നു ബർന്നബാസ്. പ്രബോധനപുത്രൻ എന്നാണ് അർത്ഥം. ഉത്സാഹിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക എന്നൊക്കെയാണ് പ്രബോധനം കൊണ്ട് അർത്ഥമാക്കുന്നത്. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് ആത്മധൈര്യം പകർന്ന് കൊടുക്കുന്നവരുണ്ട്. ബർന്നബാസ് അക്കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. പഴമയുടെ വെളിച്ചത്തിൽ ആരെയും അവൻ കണ്ടിരുന്നില്ല. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഡു നോട്ട് ഹോൾഡ് ദ പാസ്റ്റ് അഗെയിൻസ്റ്റ് വൺസ് ലൈഫ്. പഴമയുടെ വെളിച്ചത്തിൽ ആരെയും കാണരുത്. ആർക്കാണ് കറ തീർന്ന പഴമ അവകാശപ്പെടാൻ പറ്റുന്നത്? നമ്മുടെ പഴമ നോക്കാതെ അടുത്ത് ചെന്നപ്പോൾ മാർവോടണച്ച് സ്വീകരിച്ചതാണ് യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹം. സകലവും നാനാവിധമാക്കി അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി കണ്ടതുപോലെ ജീവിച്ച് ഒന്നുമില്ലാതെ മടങ്ങി വരുന്ന ഒരു മകനെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷകൻ 15-ാം അധ്യായത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. പന്നിയുടെ ഭക്ഷണം പോലും ലഭിക്കാതെ വരുന്നവൻ. ഭവനത്തിലേക്ക് മടങ്ങിയെത്തിയ ഈ മകനെ ദൂരവേ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച സ്നേഹനിധിയായ പിതാവിനെയാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കർത്താവ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പഴമയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും ഒരു പക്ഷേ നമുക്കവരെ സ്വീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇന്നലകളിലെ തിന്മകളെ നോക്കിയിരുന്നുവെങ്കിൽ പൗലോസ് എന്ന ഒരു വ്യക്തി സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഗിലെയാദ്യനായ ഇഫ്താഹിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പരാക്രമശാലിയായിരുന്നെങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്നതാണ് ഇഫ്താഹിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിശേഷണം. കൂട്ടുകെട്ടും തോബ് ദേശത്തെ നിസാരന്മാരായവരൊക്കെ അവൻ്റെ കൂട്ടാളികളായി ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അമോന്യരുമായുള്ള യുദ്ധത്തിൽ നേതൃത്വം നൽകാൻ ഇഫ്താഹ് നിയോഗിക്കപ്പെട്ടു. അവൻ മിസ്പയിൽ വെച്ച് ദൈവസന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ.
ഇഫ്താഹിനെ ദൈവസന്നിധിയിൽ നിരത്താനുള്ള കാര്യം എന്താണ്? അമ്മയെ അറിയാതെ നിസാരന്മാരുമായുള്ള കൂട്ടുകെട്ടിൽ ജീവിച്ചവന് അഭിമാനിക്കത്തക്കതൊന്നും ഉണ്ടാകാൻ ഇടയില്ല. പാപത്തിൽ ഉരുവാക്കപ്പെട്ടവൻ, പാപത്തിൽ ജീവിച്ചവൻ, അവൻ്റെ പഴമ പറഞ്ഞ് ലജ്ജിപ്പിക്കാതെ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു. ദൈവം അവനെ തൻ്റെ ദൗത്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ പഴമ നോക്കാതെ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആ ഒരു വലിയ ദർശനമാണ് ബർന്നബാസിനെയും ഭരിച്ചിരുന്നത്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. നമ്മുടെ ഇന്നലകൾ ദൈവം അത് കണക്കിട്ടിരുന്നുവെങ്കിൽ നമുക്കിന്ന് അഭിമാനത്തോടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നലകളിലെ തിന്മകളെ ഓർക്കാതെ ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം, നമ്മെ ആശ്ലേഷിക്കുന്ന കർത്താവ്. അപ്പോൾ ഈ ഒരു വേദഭാഗവും ഈ ചിന്തയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ മറ്റ് ദേശങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷികളായി ഇരിപ്പാൻ ഒന്നും സാധിച്ചു എന്ന് വരില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ധൈര്യപ്പെടുത്താൻ, അവരെ നിലനിർത്താൻ, അവരെ കൊണ്ടത് ചെയ്യിക്കാൻ നമ്മാൽ ആവോളം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ അറിവും കഴിവും നമ്മുടെ സമ്പത്തും നമ്മുടെ അല്പം സമയവുമൊക്കെ അതിന് ചെലവഴിക്കേണ്ടതായി വന്നേക്കാം. ബർന്നബാസ് അതിനൊരു ഏറ്റവും നല്ല മാതൃകയാണ്. ശൗലിനെ സഭയ്ക്ക് പ്രയോജനമുള്ളവനാക്കി തീർത്ത 3 ഘടകങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു. ഒന്ന്, സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയും മരണവുമാണ്. അത് പൗലോസിനെ വല്ലാണ്ട് ചിന്തിപ്പിച്ചിരിക്കാം. അവൻ്റെ മനസ്സ് ദമസ്കോസിലേക്ക് പോകുമ്പോൾ വല്ലാണ്ട് ആടി ഉലഞ്ഞിട്ടുണ്ടാവാം. രണ്ടാമത്തൊരു കാര്യം, അനന്യാസിൻ്റെ ക്രിസ്തീയ സമീപനം. അനന്യാസ് വിളിക്കുന്നത് സഹോദര ശൗലേ എന്നാണ്. സഭയെ മുടിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, ഉപദ്രവിക്കുന്നവൻ, നിഷ്ഠൂരൻ എന്നൊക്കെ വിളിക്കാവുന്ന ശൗൽ ദമസ്കോസിലുള്ള സഭയെ ഉപദ്രവിക്കാനായി അധികാരപത്രവുമായി പോയവനാണ്. അങ്ങനെയുള്ള ശൗലിനെയാണ് ദമസ്കോസുകാരൻ അനന്യാസ് വിളിക്കുന്നത് സഹോദര ശൗലേ. മൂന്നാമത് ബർന്നബാസ്. ബർന്നബാസിൻ്റെ ഹൃദയവിശാലത, ശൗലിൻ്റെ ആത്മാർത്ഥത സംശയിക്കാതെ കൈത്താങ്ങൽ നൽകിയ മനുഷ്യൻ. യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരാരും പൗലോസിനെ കൈക്കൊള്ളുന്നില്ല. പത്രോസോ യോഹന്നാനോ യാക്കോബോ മറ്റാരും, മുതിർന്ന ഒരു അപ്പോസ്തലൻ പോലും പൗലോസിനെ കൈക്കൊണ്ടില്ല. കാരണം അവർ പറയുന്നത് അവൻ്റെ ഇന്നലകളെ കുറിച്ചാണ്. ഇന്നലകളിൽ അവൻ അങ്ങനെ ആയിരുന്നു, സഭയെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് കണ്ണും അടച്ച് അവനെ സ്വീകരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവൻ്റെ മറ്റൊരു തന്ത്രമായിരിക്കാം, കള്ളത്തരമായിരിക്കാം. ഇന്നലകളിൽ യാഥാർത്ഥ്യങ്ങളുണ്ടാവാം. ഇന്നലകളിൽ ഒരുപക്ഷെ സംശയത്തിൻ്റെ നിഴലുകൾ ഉണ്ടായിരുന്നിരിക്കാം, തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. എന്നാൽ പൗലോസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഉറപ്പായും ഇന്നലകളിൽ നിഷ്ഠൂരനായിരുന്നു. ഇന്ന് സഭയ്ക്ക് പ്രയോജനമുള്ളവനായി ദൈവം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മനുഷ്യനും അതിനുവേണ്ടി എതിർത്ത് നിന്നാലും ദൈവം അവനെ ഉപയോഗിക്കും, അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കും. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭൂമിയിൽ നമ്മൾ 50, 60, 70, 80, 90 വർഷങ്ങളൊക്കെ ജീവിച്ച് കർത്താവിന് വേണ്ടി എന്താണ് ചെയ്തത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലാവട്ടെ, സഭയിലാവട്ടെ, നമ്മുടെ ദേശത്ത് എവിടെയെങ്കിലും കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതം പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ബർന്നബാസിനെ പോലെ മറ്റുള്ളവരെ ഒന്ന് ധൈര്യപ്പെടുത്തി
ഒരുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്നലകളിലെ നമ്മുടെ കുറവുകൾ കാണാത്ത ദൈവം ഇന്നിൻ്റെ സാധ്യതകളിലേക്ക്, നന്മയിലേക്കും മകനെ മകളെ എന്ന് വിളിച്ച് നമ്മളെ ആശ്ലേഷിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവവും അങ്ങനെ തന്നെ ആയിരിക്കണം. ആരെയും കുറച്ച് കാണരുത്, ആരെയും കുറ്റം വിധിക്കരുത്. ദൈവം തമ്പുരാൻ നമ്മുടെ കുറവുകളെയെല്ലാം ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നാൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നത് പാപം മറക്കുന്നവനും മറയ്ക്കുന്നവനും എന്നാണ്. മറ്റുള്ളവർ മുൻപാകെ ഇത് വെളിവാക്കാതെ മറച്ചു പിടിച്ച് നമ്മെ സ്നേഹിച്ച് സംരക്ഷിക്കുന്ന ഒരു കർത്താവ്. ആ ദൈവസന്നിധിയിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മെയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ശൗലിനെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്തിയ ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. കർത്താവേ, സ്തെഫാനോസിനെ പോലെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും കഷ്ടതയിലും കല്ലേറിലും സൗമ്യനായി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നൽകണമേ. അനന്യാസിനെ പോലെ മറ്റുള്ളവരെ ശത്രുക്കളെന്ന് കരുതുന്നവരെ സഹോദര എന്ന് വിളിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ബർന്നബാസിനെ പോലെ എല്ലാവരും അവനെ കൊള്ളില്ല എന്ന് വിധി എഴുതുമ്പോൾ അവനെ പ്രബോധിപ്പിച്ച് ധൈര്യപ്പെടുത്തി കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നതുപോലെ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച ആയുസ്സിൻ്റെ നന്മയ്ക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് പകരണമേ. പ്രഭാതം മുതൽ അവിടുത്തെ സാന്നിധ്യം പകർന്ന് ഞങ്ങളുടെ വഴികളെ തുറന്ന് കർത്താവെ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. യാത്രയിലായിരിക്കുന്നവരുണ്ട്, ജോലി വേലകളിൽ ഏർപ്പെടുന്നവരുണ്ട്, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംഭവ ബഹുലതകൾ നിറഞ്ഞ ലോകത്ത് കർത്താവിൻ്റെ കാരുണ്യ കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതുവർഷം പ്രദാനം ചെയ്യണമേ. യേശു മശിഹ മൂലമടിയങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.